വിശ്വജിത്ത് തിരിച്ചു വരുമ്പോൾ കൂടെ ശരത്തുമുണ്ടായിരുന്നു. വിവാഹത്തെക്കുറിച്ചായിരുന്നു പിന്നെ സംസാരം. തറവാടിനോട് ചേർന്നുള്ള സ്ഥലം തൽക്കാലം സേതുവിൻ്റെയും സേതിയുടെയും പേരിലേക്ക് ആക്കിയിടാം. കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ആ ഭൂമി എടുക്കേണ്ടെന്ന് ശരത്ത് തീർത്ത് പറഞ്ഞു. ഇത്രയും വർഷം ആ ഭൂമിയിൽ നിന്ന് ഒരാദായവും ചേച്ചി എടുത്തിട്ടില്ലല്ലോ. തെങ്ങും മാവും അടയ്ക്കും ഒക്കെയായി വിളവുള്ള പറമ്പല്ലേ. മോളുടെ കല്യാണത്തിന് ഞാനൊരു തുക തരും. ചേച്ചി എതിര് പറയാതെ വാങ്ങണം. പ്രസന്ന എന്തായി പറയുന്നത്? ആ പറമ്പിലെ ആദായം നൽകുന്നത് എല്ലാം നട്ടു വളർത്തി നനയ്ക്കുന്നത് നോക്കുന്ന എല്ലാം നിങ്ങളല്ലേ. അതിൻ്റെ കണക്കൊന്നും വെച്ച് പൈസ തരല്ലേ. ശ്വേത വല്ലാതായി. ചേച്ചി ഇതിലൊന്നും പറയണ്ട. ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യും. പ്രസന്നൻ ഉറപ്പോടെ പറഞ്ഞപ്പോൾ ശ്വേതയ്ക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാതായി. സേതിയും വൃന്ദയും ഒക്കെ ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്വേത വിഷമം വിചാരിക്കണ്ട. വനജയും ബിന്ദുവും കൂടി സംസാരിച്ചപ്പോഴാണ് ശ്വേതയ്ക്കൊരു ആശ്വാസം തോന്നിയത്. പ്രദീപേട്ടൻ മരിച്ചിട്ട് വർഷങ്ങൾ എത്ര കടന്നു. എന്നിട്ടും ആ വീടുമായി നല്ലൊരു അടുപ്പം നിലനിൽക്കും തന്നെ സന്തോഷമെന്നാണ് ശ്വേത എപ്പോഴും വിചാരിക്കാറുള്ളത്. അതിലപ്പുറം സ്വീകരിക്കേണ്ടി വരുന്ന സഹായങ്ങൾ ആ സ്നേഹത്തിന് മങ്ങൽ വീഴ്ത്തരുതെന്ന് ശ്വേതയ്ക്ക് നിർബന്ധമായിരുന്നു. വൈകിട്ടോടെ എല്ലാവരും പോകാനിറങ്ങി. അത്രയും സമയത്തിനിടയിൽ ഒരിക്കൽ പോലും വിഷയത്തിനടുത്ത് സംസാരിക്കാൻ ശ്വേതയ്ക്ക് ആയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ അവൻ മാറി നടന്നു. എന്തായാലും രാവിലെ വന്നതിൽ നിന്ന് അവൻ്റെ മുഖത്തൊരു അയവ് വന്ന് സേതിക്ക് തിരിച്ചറിയാനായി. ഇപ്പോഴുള്ള പരിഭവം പതിയെ അലിഞ്ഞോളും എന്നവൾക്ക് ഉറപ്പായി. ശ്വേതയ്ക്കൊപ്പം തന്നെ വനജയുടെ ഒരു കണ്ണും മകനെ പഠിക്കും പോലെ നോക്കുകയായിരുന്നു. രാവിലെ ഇവിടെ വന്നതുപോലെയല്ല, പുറത്ത് കാണിച്ചില്ലെങ്കിലും ആ കുട്ടിയെ കണ്ട ആശ്വാസം മകനിനുണ്ടെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാനായി. തിരിച്ചുള്ള യാത്രയിൽ ബിന്ദു വീണ്ടും വിശ്വത്തിൻ്റെ വിവാഹകാര്യം എടുത്തിട്ടു. സമയമാകുമ്പോൾ ഞാൻ പറയാം കുഞ്ഞാൻ്റി എന്ന് പറഞ്ഞവൻ സംസാരം അവസാനിപ്പിച്ചപ്പോൾ വനജയ്ക്ക് വീണ്ടും പ്രതീക്ഷ വന്നു. മുന്നേ പറഞ്ഞ ഒഴിവുകഴിവുകൾ ഇപ്പോൾ ഇല്ല. എന്നാൽ അവനോട് തുറന്നു ചോദിക്കാൻ അവർ മടിച്ചു. എന്തായാലും രണ്ടാൾക്കുമിടയിൽ പ്രശ്നങ്ങൾ വേഗം തീരാൻ അവരും പ്രാർത്ഥിച്ചു. സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുന്ന നിളയെ സനി ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി. ഇങ്ങോട്ട് പോരുമ്പോൾ കണ്ട ടെൻഷൻ അവളിലില്ല. സനിയെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് വിശ്വസർ ഒന്നും നോക്കുക പോലും ചെയ്യാതെ പോയിട്ടും അതിൻ്റെ ഒരു സങ്കടമോ വേദനയോ അവളിൽ കാണാനുമില്ല. മാത്രമല്ല ആൾ സന്തോഷത്തിലുമാണ്. ആ കിടപ്പിൽ തന്നെ പലപ്പോഴും ഓരോ കുഞ്ഞു പുഞ്ചിരി അവളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിള, സനി അവളെ വിളിച്ചു. ഉറക്കമായിരുന്നില്ല അവൾ. ഒറ്റ വിളിയിൽ അവൾ കണ്ണു തുറന്നു. നമുക്കൊരു ചായ കുടിച്ചാലോ? ആ. സനി കാർ ഒതുക്കിയതും നില ഇറങ്ങി. വഴിയരികിലെ പെട്ടിക്കടയിൽ നിന്ന് ഓരോ ചായയും പരിപ്പടയും വാങ്ങി രണ്ടാളും കുറച്ച് മാറി നിന്നു. ഞാൻ വിചാരിച്ചു കാറിൽ കയറിയ പാടെ സാർ മിണ്ടാതെ പോയതിനുള്ള വിഷമം പറിച്ചിലായിരിക്കുമെന്ന്. ഇതിപ്പോൾ നീ ഒരു ഹാപ്പി മൂഡിലാണല്ലോ. നിളയൊന്ന് ചിരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ കണ്ടുമുട്ടലിൽ ടെൻഷൻ കുറേ കുറഞ്ഞു. പിന്നെ ആളുടെ മുഖത്ത് എന്നുള്ള ദേഷ്യമില്ല, പിണക്കവുമില്ല, പരിഭവവുമില്ല. അതായത് ഞാനായി അടുത്തേക്ക് ചെന്നാൽ എന്നെ കേൾക്കാൻ ആൾ തയ്യാറാകുമെന്നാണ്. അതിലെനിക്ക് ഉറപ്പാണ്. ഇനി എനിക്ക് വിശ്വസാറിൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ അത്ര ടെൻഷനൊന്നുമില്ല. പിന്നെ തെറ്റെൻ്റെ ഭാഗത്ത് മാത്രമായതുകൊണ്ട് ആളുടെ നിന്ന് കിട്ടുന്ന എന്തും വാങ്ങാനുള്ള ബാധ്യതയുണ്ട് താനും. വിശ്വാസത്തെ തകർക്കും വിധമായിരുന്നു എൻ്റെ ചിന്തയും പ്രവൃത്തിയും. അത്ര വേഗമൊന്നും പിടിതരില്ല. മുമ്പത്തെ പല പിണക്കങ്ങളും ഓർമ്മയിൽ വന്നതുപോലെ അവളൊന്ന് ചിരിച്ചു. ഞാൻ കയറുന്നില്ല. ഗേറ്റ് മുന്നിൽ കാർ ഒതുക്കി നിർത്തി സനി. ഇറങ്ങുമ്പോൾ വിളിക്ക്. ആ പിന്നെ ലിൻഡാൻറ്റി പറഞ്ഞ ആളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നിന്ന് നിള പറഞ്ഞു. സമയമുണ്ടല്ലോ. ഇഷയെ ഓർത്ത് അവൻ ചിരിച്ചു. ആ പിന്നെ ജോബ് റിസൈൻ ചെയ്യുന്നത് ആലോചിച്ച് മതി. എന്തായാലും 1 month ലീവ് കിട്ടിയിട്ടുണ്ടല്ലോ. ശരി, ഞാൻ വിളിക്കാം. സനിയുടെ കാർ മുന്നോട്ട് നീങ്ങിയതിന് ശേഷമാണ് നിള അകത്തേക്ക് കയറിയത്. മുറ്റത്ത് നിൽക്കുന്ന ജിതിനെ കണ്ടവൾ പുഞ്ചിരിച്ചു. ജിതിനേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചിക്ക് ഇടയ്ക്കായിരിക്കുമല്ലേ? പേരിനൊരു കുശലം ചോദിച്ച് നില അകത്തേക്ക് പോയപ്പോൾ ജിതിൻ കണ്ണ് രണ്ടും മുറുകെ പൂട്ടി. അവൾ മിണ്ടാതെ പോയിരുന്നെങ്കിൽ ഇത്രയും വേദന തോന്നില്ലായിരുന്നു അവന്. നില വേഷം മാറിയതിനു ശേഷമാണ് നീലിമയുടെ അടുത്തേക്ക് ചെന്നത്. അടുക്കളയിലെ കസേരയിൽ അമ്മമ്മയ്ക്കൊപ്പം ഇരിക്കാണ് നീലിമ. കയ്യിൽ മുളപ്പിച്ച ചെറുപയറുമുണ്ട്. നില വന്നതിൽ പിന്നെ അമ്മമ്മ ഉഷാറായി. നില അവർക്കൊപ്പം ഇരുന്ന് സനിയുടെ മമ്മിയുടെ വീട്ടിലേക്ക് പോയി വിശേഷങ്ങൾ പറഞ്ഞു തീർത്തു. സംസാരത്തിൽ എവിടെയെങ്കിലും വിശ്വജിത്ത് എന്നൊരു പേര് വരുന്നുണ്ടോ എന്ന് നീലിമ ശ്രദ്ധിച്ചു. നിരാശയായിരുന്നു ഫലം. രാത്രി ഫുഡ് കഴിക്കാൻ എല്ലാവരും ഒന്നിച്ചാണ് ഇരുന്നത്. അമ്മേ, നിലയ്ക്ക് പ്രൊപ്പോസൽ നോക്കിയാലോ? അച്യുതൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ നില അടക്കം എല്ലാവരും ഒന്ന് അമ്പരന്നു. വിവാഹത്തിനുള്ള സമയമായല്ലോ. മോൾക്കാണെങ്കിൽ ഇപ്പോൾ ജോബുമുണ്ട്. അവിടെ ജോബുള്ള നല്ല പ്രൊപ്പോസൽ വരുമെന്ന് നോക്കാം. അച്യുതൻ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാക്കി. നീലിമ ജിതിനെ നോക്കി. നിലയോട് സംസാരിക്കാതെ വിശ്വത്തിൻ്റെ കാര്യം പറയുന്നത് ഇപ്പോൾ ശരിയല്ലെന്ന് തോന്നി അവന്. മുന്നേ ആയിരുന്നെങ്കിൽ ഒന്നും നോക്കാതെ പറഞ്ഞേനെ. ഞാൻ പറയാം അച്യുത, വിവാഹം നോക്കാം. അതിനുള്ള സമയമായി. തൽക്കാലം നീലിമയുടെ ഡേറ്റ് ആവാനായി നിൽക്കല്ലേ. ഡെലിവറി കഴിയട്ടെ. അമ്മമ്മ പറഞ്ഞതിന് ഷീജയും ശരിവെച്ചു. നില മാത്രം ഒരഭിപ്രായം പറയാൻ നിന്നില്ല.
പക്ഷേ എത്രയും വേഗം വിശ്വജിത്തിനെ കണ്ട് സംസാരിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ഈ തീരുമാനം തന്നെയായിരുന്നു ജിതിൻ്റെയും അമ്മമ്മയുടെയും ഉള്ളിൽ. നിറയുടെ ഇഷ്ടത്തിനപ്പുറം ഒന്നുമില്ലെന്ന് നീലിമയും ഉറപ്പിച്ചു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.